ഞാനിപ്പോൾ EXL-ലാണ് വർക്ക് ചെയ്യുന്നത്, കാക്കനാട് ഇൻഫോ പാർക്കിൽ. ബികോം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ CMA USA ജോയിൻ ചെയ്യായിരുന്നു. CMA USA എന്തിനെടുത്തെന്ന് ചോദിച്ചാൽ, ഒരുപാട് കോഴ്സ് ഞാൻ സെർച്ച് ചെയ്തായിരുന്നു. അപ്പം ബെറ്റർ ഓപ്ഷൻ CMA USA ആയിട്ടാണ് തോന്നിയത്. അപ്പം അതാണ് CMA USA എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത്. ഉബായ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്കിൽ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഒരു പ്രസൻറ്റേഷൻ സ്കിൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ത്രൂ എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ കോച്ചിങ് കിട്ടിയതിൻ്റെ പേരിൽ നന്നായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ച് അത് വിജയത്തിലെത്തിയപ്പോൾ ഒരുപാട് സന്തോഷം. അത് ചേർന്ന് കഴിഞ്ഞ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ അവളറിയാണ്ട് തന്നെ അവൾക്ക് വന്നിട്ടുണ്ട്. പേഴ്സണലായിട്ടും പഠിക്കുന്ന രീതിയിലായിട്ടും. എൻ്റെ പേര് സാന്ദ്ര. ഞാനിപ്പോൾ EXL-ലാണ് വർക്ക് ചെയ്യുന്നത്, കാക്കനാട് ഇൻഫോ പാർക്കിൽ. ഞാൻ ലോജിക്കിലാണ് പഠിച്ചിരുന്നത്, ലോജിക് കോച്ചിങ് ക്യാമ്പസിലാണ് പഠിച്ചിരുന്നത്. CMA USA ആയിരുന്നു ഞാൻ എടുത്തത്. അത് ഞാൻ 2023 ഫെബ്രുവരി വിൻഡോയിൽ പാർട്ട് 1 ക്ലിയർ ചെയ്തു. 2023 തന്നെ ജൂൺ വിൻഡോയിൽ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തു. ഞാൻ SNM മാലിങ്കര കോളേജിലാണ് ബികോം കഴിഞ്ഞത്. ബികോം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ CMA USA ജോയിൻ ചെയ്യായിരുന്നു. CMA USA എന്തിനെടുത്തെന്ന് ചോദിച്ചാൽ, ഒരു ഷോർട്ട് ടേം പീരീഡിൽ നമുക്കൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കിട്ടാന്നുണ്ടെങ്കിൽ വേറെ കോഴ്സൊന്നും ഒരുപാട് കോഴ്സ് ഞാൻ സെർച്ച് ചെയ്തായിരുന്നു. അപ്പം ബെറ്റർ ഓപ്ഷൻ CMA USA ആയിട്ടാണ് തോന്നിയത്. പിന്നെ 2 പാർട്ട് എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ സർട്ടിഫിക്കേഷൻ കിട്ടാൻ എലിജിബിൾ ആണല്ലോ. പിന്നെ 2 years ഓഫ് എക്സ്പീരിയൻസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫൈഡ് ആവുകയും ചെയ്യും. നമുക്ക് അതിൻ്റെ ഒപ്പം 2 years എക്സ്പീരിയൻസ് അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ പുറത്തോട്ടും നോക്കാം. എവിടെ പോയാലും നമുക്ക് ആ ഒരു റെക്കഗ്നൈസേഷൻ ഉണ്ടാവും. അപ്പം അതാണ് CMA USA എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ബികോം കഴിയുന്ന ഒരു ടൈമിലൊന്നും CMA USA എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണ് ഈ ഒരു കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് തന്നെ, ഞാൻ കൊച്ചി ക്യാമ്പസിലാണ് പഠിച്ചത് ലോജിക്കിൻ്റെ. അപ്പോൾ എറണാകുളത്ത് തന്നെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് CMA USA പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ കുറേ നാൾ റിസർച്ച് ചെയ്തിട്ടാണ് ലോജിക്കിലോട്ട് എത്തിയത്. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോജിക്ക് IMA പ്ലാറ്റിനം മെമ്പറാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലോജിക്ക് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ നല്ല രീതിക്കുള്ള സപ്പോർട്ടും ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് അവിടെ നേരത്തെ പഠിച്ചിരുന്നവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞത് നല്ല സപ്പോർട്ടാണ് ലോജിക്ക് തരുന്നത്, നല്ല ഫാക്കൽറ്റിയാണ്. അപ്പോൾ പിന്നെ ലോജിക്കിൽ CMA USA എടുത്തത് ഭയങ്കര ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു എൻ്റെ. കാരണം CMA USA ഞാൻ 2 പാർട്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ പാർട്ട് പ്ലേ ചെയ്തേക്കുന്ന ലോജിക്കിലെ ഫാക്കൽറ്റീസ് തന്നെയാണ്. നമ്മൾ എത്ര ഡൗട്ട് ചോദിച്ചാലും, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാലും അവർ പറഞ്ഞുതരാൻ റെഡിയാണ്. ഒരു 3 പ്രാവശ്യം ചോദിച്ചാൽ 4 പ്രാവശ്യം ചോദിച്ചാൽ 5-ാമത്തെ പ്രാവശ്യം ചോദിച്ചാലും അവർ പറഞ്ഞുതരാൻ റെഡിയാണ്. നമ്മൾ ഒരുപാട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും, ഞാനിപ്പോൾ ഒരു 10 months ലോജിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കുറച്ച് കൊറോണ കാരണം കുറച്ച് ലാഗ് ആയതുകൊണ്ട് 10 months-ഓളം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് അവിടെ പോയി ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ അവരുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ലൈബ്രറിയിലാണെങ്കിലും ഇപ്പോൾ ഒഴിഞ്ഞ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിരുന്ന് പഠിക്കാം. അപ്പോൾ ഫാക്കൽറ്റീസ് ആരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്പ് അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലോജിക്കിൽ ഇപ്പോൾ ഈ ക്ലാസ് CMA ക്ലാസ് അത് മാത്രമല്ല, ഇപ്പോൾ ഉബായ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്കിൽ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഒരു പ്രസൻറ്റേഷൻ സ്കിൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ത്രൂ എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ വേറെ പല ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണൽ രീതിക്ക് ഒരു പ്രസൻറ്റേഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ആയിരുന്നു അവിടെ ഉബായയിൽ ഞാൻ ചെയ്തത്. അത് ത്രൂ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റേജിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായി നിന്നിട്ട് ഫ്രണ്ടിലിരിക്കുന്ന അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്ന് അത്രയും ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റിയത് ആ ഒരു പ്രോഗ്രാം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എന്തിനെങ്കിലും ഒരു
ഒരു പ്രൊഫഷണൽ രീതിക്ക് നേരിടാനായിട്ട് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4 മാസമായി വർക്ക് ചെയ്യുന്നു. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും നമ്മുടെ സീനിയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര എംപ്ലോയി ഫ്രണ്ട്ലി ആണ്. ശരിക്കും നമ്മൾ നല്ല രീതിക്ക് നമ്മൾ വളരണം എന്ന് അവർക്കും ആഗ്രഹമുണ്ട്. ആ ഒരു രീതിക്ക് തന്നെയാണ് എൻ്റെ അടുത്ത് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാലും ആരാണെങ്കിലും ഇപ്പോൾ വേറെ ആരെങ്കിലും അടുത്തും ചോദിച്ചു കഴിഞ്ഞാലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി അവർ റെഡിയാണ്. ഫ്യൂച്ചറിൽ എനിക്ക് CPA ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ചെയ്യും തന്നെയാണ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. CPA എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പുറത്ത് പോകാൻ താല്പര്യമുണ്ട്. പുറത്ത് പോകാൻ അത് പണ്ട് തൊട്ടേ പുറത്ത് പോയി പഠിക്കണം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പം ഇനി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകാൻ തന്നെയാണ്. പഠിക്കുന്ന സമയത്തൊക്കെ BCom വരെ പോയ പോലെയല്ല പഠിക്കാൻ. ലോജിക്കൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള CMA USA എന്ന കോഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് അവൾ ശ്രമിച്ചിട്ടാണ് അതിലേക്ക് എത്തിപ്പെട്ടത്. അത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ അവളറിയാണ്ട് തന്നെ അവൾക്ക് വന്നിട്ടുണ്ട്. പേഴ്സണലായിട്ടും പഠിക്കുന്ന രീതിയിലായിട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ BCom ഒക്കെ വെറുതെ അങ്ങനെ തള്ളിപ്പോയിരുന്നാണ്. എന്നാലും ഇതിൽ അവൾ വന്നപ്പോൾ അവൾക്ക് തോന്നി നമുക്ക് നന്നായിട്ട് പരിശ്രമിച്ചാലേ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നത്. അവരുടെ അവിടുത്തെ കോച്ചിങ് കിട്ടിയതിൻ്റെ പേരിൽ നന്നായിട്ട് അതിന് വേണ്ടി പരിശ്രമിച്ച് അത് വിജയത്തിലെത്തിയപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷത്തിൽ നമ്മൾ എത്തി. അങ്ങനത്തൊരു റിസൾട്ട് വന്നപ്പോഴും ആ ജോലി കിട്ടിയപ്പോഴും വളരെ സന്തോഷം ഉണ്ടായിരുന്നു. വിന്നേഴ്സ് മീറ്റിങ്ങിന് വന്നിരുന്ന് അവിടെ വെച്ചത് അങ്ങനെ കൈപ്പറ്റുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണിറങ്ങി. നമ്മൾക്ക് അവർക്ക് നമ്മളെ കൊണ്ടാവുന്ന സപ്പോർട്ട് നമ്മൾ പരമാവധി എന്തായാലും ചെയ്തു കൊടുക്കും. കാരണം നമ്മൾ അച്ഛനമ്മയും തയ്യാറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതിനുള്ള ഒരു ഫലം ഇപ്പം അവള് അങ്ങനെ തന്നെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതിലൊരു സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്.